1. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ ഓണമുറ്റത്ത്. കവിതയിൽ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം കവിയെ. 2. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുപതിച്ചു. കൊച്ചു ചക്കരിച്ചി. ചിരബന്ധു എന്ന പദത്തിൻ്റെ പാഠസന്ദർഭത്തിലുള്ള അർത്ഥമെന്ത്? ഉത്തരം ദീർഘകാലമായുള്ള ബന്ധം. 3. മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ഗുരുവചനം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഉത്തരം ഗുരുവിൻ്റെ വചനം. 4. അപരാധബോധം കോരൻ്റെ ഹൃദയത്തെ നോവിച്ചു. പ്ലാവിലക്കഞ്ഞി. കോരൻ്റെ ഹൃദയത്തെ നോവിച്ച അപരാധബോധത്തിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം വൃദ്ധപിതാവിനെ തകഴിയിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയത്. 5. ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ്. റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം. പണയം. ചാക്കുണ്ണിയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്ത്? ഉത്തരം റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വച്ചില്ലെങ്കിലോ എന്ന ആശങ്ക. 6. ചുവടെ നൽകിയ വാക്യത്തിൽ ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക. ഉത്തരം ഞാൻ എങ്ങനെയാ മോനെ വരുക? അച്ഛൻ എന്നും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെയും വിളിച്ചു. 7. നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബൈറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. ബയനറ്റിൻ്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. പത്രനീതി. ഈ വാക്യം പത്രത്തെക്കുറിച്ച് നൽകുന്ന 2 സൂചന എഴുതുക. ഉത്തരം പത്രം സൂര്യന് ചുവടെയുള്ള എല്ലാത്തിനെയും കുറിച്ച് എഴുതുന്നു. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ഭയക്കുന്നു. പത്രങ്ങളുടെ വിമർശനം ഭയക്കുന്നു. 8. കൊച്ചു ചക്കരിച്ചി എന്ന ഉപന്യാസത്തിൽ ലേഖകൻ കൊച്ചു ചക്കരിച്ചിക്ക് നൽകിയ ഏതെങ്കിലും 2 മനുഷ്യഭാവം എഴുതുക. ഉത്തരം കൊച്ചു ചക്കരിച്ചി കുടുംബത്തിലെ ഒരു അംഗമാണ്. കൊച്ചു ചക്കരിച്ചിയും അമ്മയും തമ്മിലുള്ള ആത്മബന്ധവും അതിലുപരി അതിനു കൊടുക്കുന്ന അരുമത്വവും. 9. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. പത്രനീതി. സാമുവേൽ ബട്ട്ലറിൻ്റെ ഈ പ്രസ്താവനയെ സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന പല വാർത്തകളും നമ്മൾ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെയാണ്. ആധുനിക കാലത്ത് റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ഈ മേഖലയിൽ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ സ്വാധീനം പത്രങ്ങളോളം വരില്ല. പത്രങ്ങൾ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഭൂരിപക്ഷം പേരുടെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പത്രം വായിച്ചുകൊണ്ടാണ്. ഇവിടെ ലേഖകൻ പറയുന്നത് പത്രങ്ങൾ അവയുടെ നിലവാരം കാത്തു സൂക്ഷിക്കുന്നില്ല, അഥവാ പത്രങ്ങൾ അവയുടെ യഥാർത്ഥ കടമകളിൽ നിന്ന് വ്യതിചലിച്ച് രാഷ്ട്രീയ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് എന്ന് സാമുവേൽ ബട്ട്ലറിൻ്റെ വാക്കുകൾ ലേഖകൻ ശരിവെക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ അഭിപ്രായം ഈ നൂറ്റാണ്ടിലും പ്രസക്തമാണെന്ന് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ പത്രങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ലേഖകനായ സുകുമാർ അഴീക്കോടിനോട് യോജിക്കാതിരിക്കാനാവില്ല. പ്രചാരത്തിൽ മുൻപിൽ നിൽക്കുന്ന പത്രങ്ങൾ പോലും പത്രധർമ്മം ശരിയായി പാലിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പല പത്രങ്ങളും അവയുടെ യഥാർത്ഥ കടമകൾ വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. സത്യവും നീതിയും മുറുകെ പിടിച്ചുകൊണ്ട് ഭരണ രാഷ്ട്രീയ രംഗത്തെ അഴിമതികളുടെയും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും പത്രങ്ങൾ എപ്പോഴും തുറന്നു കാട്ടണം. പൊതുജനങ്ങളായിരിക്കണം പത്രത്തിൻ്റെ യഥാർത്ഥ യജമാനന്മാർ. അവർക്ക് വേണ്ടിയായിരിക്കണം പത്രങ്ങൾ നിലകൊള്ളേണ്ടത്. എന്നാൽ ഇന്ന് പല പത്രങ്ങളും ജനങ്ങളെ ഹരം കൊള്ളിക്കുന്ന വാർത്തകൾക്ക് പിറകെ പായുകയാണ്. 10. വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക. ഉത്തരം ഓണക്കാലത്ത് വയലുകളിലും പാടങ്ങളിലും നടുവിൽ സ്വർണ്ണ നിറത്തിലുള്ള സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വെള്ളിത്താലം പോലെ നെയ്യാമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഈ വരികളിൽ ദൃശ്യവൽക്കരിക്കുന്നു. സൂര്യൻ പൊൻകിഴിയായും നെയ്യാമ്പൽ വെള്ളിത്താലമായി രൂപകം ചെയ്തിരിക്കുന്നു. പൊൽക്കിഴി, വെള്ളിത്താലം എന്നീ വാക്കുകളിലെ അനുപ്രാസം വരികളിൽ താളവും ഭംഗിയും നൽകുന്നു. ലളിതവും സംഗീതാത്മകവുമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വരികളെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഉപമ, രൂപകം എന്നീ അലങ്കാരങ്ങൾ ഈ വരികളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൂര്യനെ പൊൻകിഴിയോടും നെയ്യാമ്പലിനെ വെള്ളിത്താലത്തോടും ഉപമിച്ചിരിക്കുന്നു. കൂടാതെ നെയ്യാമ്പൽ വിരിഞ്ഞു നിൽക്കുന്നതിനെ വെള്ളിത്താലം നിരത്തിവെച്ചതുപോലെ എന്ന രൂപകവും ഉപയോഗിച്ചിരിക്കുന്നു. ഓണക്കാലത്തെ പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും ഈ വരികൾ മനോഹരമായി പകർത്തിയിരിക്കുന്നു. പ്രകൃതിയിലെ ഓരോന്നും ഓണത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതായി കവി ഭാവന ചെയ്യുന്നു. 11. ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ ഇത്തരം ചിത്രങ്ങൾ പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ ഹൃദ്യമാക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. ഉത്തരം 12. അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ
അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി പൊടുന്നനെ വാർദ്ധക്യത്തിൻ്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ ഓരോ വിളിയും കാത്ത് മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. നിസ്സഹായതയിലേക്ക് വഴുതി വീണതുപോലെ എന്നീ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തെ ഭാവതീവ്രമാക്കുന്നതെങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇത് അമ്മയുടെ ദുഃഖത്തെയും ഏകാന്തതയും സൂചിപ്പിക്കുന്നു. സംസാരിക്കാൻ വാക്കുകളില്ലാതെ സ്വന്തം ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണിത്. മരണമുളവാക്കിയ ശൂന്യതയിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ അമ്മയുടെ മനസ്സ് മൗനത്തിലേക്ക് അഭയം തേടുന്നു. ഈ പ്രയോഗം കേൾക്കുമ്പോൾ സഹാനുഭൂതിയും ദുഃഖവും വായനക്കാരിലേക്ക് പകരുന്നു. നിസ്സഹായതയിലേക്ക് വഴുതി വീണതുപോലെ എന്ന പ്രയോഗം അമ്മയുടെ നിസ്സഹായാവസ്ഥയും വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം, വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്നിവ അമ്മയെ കൂടുതൽ ദുർബലയാക്കുന്നു. താങ്ങും തണലുമായിരുന്ന വ്യക്തിയുടെ അഭാവത്തിൽ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാതെ അമ്മ വിഷമിക്കുന്നു. ഈ പ്രയോഗം അമ്മയുടെ അവസ്ഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഈ രണ്ട് പ്രയോഗങ്ങളും കഥയിലെ ദുഃഖാന്തരീക്ഷം കൂടുതൽ ശക്തമാക്കുന്നു. വായനക്കാർക്ക് കഥാപാത്രങ്ങളുമായി അടുപ്പം തോന്നാനും അവരുടെ വേദനയിൽ പങ്കുചേരാനും ഇത് സഹായിക്കുന്നു.